നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് കരിമീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. കരിമീനൊക്കെ നല്ലപോലെ വെട്ടി കഴുകിയിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കാദ്യം മസാല തയ്യാറാക്കാം. 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുമാണിത്. നമുക്കിനിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. എരിവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ മസാല എല്ലാം മീനിൻ്റെ പുറത്തും ഉള്ളിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മീനിൽ ഇങ്ങനെ മസാല എല്ലാം പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷമേ പാചകം തുടങ്ങാവുള്ളൂ. ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കിത് അടച്ച് വെക്കാം. മീനിൽ മസാല എല്ലാം പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഇതിലെ മസാല എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ മീനിലും മസാല പുരട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു മീൻ മാത്രമേ പൊള്ളിച്ചെടുക്കുന്നുള്ളൂ. നമ്മുടെ ഈ മീനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. എന്നിട്ട് ഇതിന് മീതെ നമുക്ക് മീൻ വെക്കാം. ഈ കറിവേപ്പില ഇടുന്ന എന്നാത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. ഇതൊട്ടും പൊടിയാതെ ശ്രദ്ധിക്കണേ. തിരിച്ചിട്ടിട്ടും 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. മീൻ വറുത്ത അതേ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഈ ഉള്ളി ഇടുവാണ്. ഇതൊരു 300 ഗ്രാമോളം ഉണ്ട്. ഇത് വളരെ കനം കുറച്ചരിഞ്ഞതാണ്. ഒരു 3/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഉള്ളിയൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും 2-3 കറിവേപ്പിലയും ചേർക്കാം. ഈ തക്കാളിയൊക്കെ ഇനി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. നമുക്കിത് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമുക്കിനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനിയിപ്പം തേങ്ങാപ്പാലിൻ്റെ അളവ് കുറഞ്ഞാലും ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ തേങ്ങാപ്പാൽ തിളച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി സ്റ്റൗ ഓഫ് ചെയ്യാം. വാഴയില ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് വാട്ടിയിട്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 2 ഇല എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് അയൺ പാനിലാണ് വെക്കുന്നത്. നമുക്കിനി ഇലയിലേക്ക് മീനിൻ്റെ വലിപ്പത്തിൽ മസാല നിരത്തി വെക്കാം. ഈ മസാലയ്ക്ക് മീതെ മീൻ വെച്ചിട്ട് ഈ മീനിൻ്റെ മുകളിലേക്ക് ബാക്കി മസാലയൊക്കെ പുരട്ടി നല്ലപോലെ മസാല കൊണ്ട് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനിയിപ്പം മസാല ഇത്രയും വേണ്ട എന്നുള്ളവർക്ക് കുറച്ചെടുത്താൽ മതിയാവും. നമുക്കിനി ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. ആ മീനിൻ്റെ ഉള്ളിൽ മസാല പുരട്ടണം കേട്ടോ. അത് പുരട്ടിയ വീഡിയോ കിട്ടിയില്ല. ഇതിനി നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ട് ഒരു ചരടിട്ടൊന്ന് കെട്ടി വെക്കാം. വാഴനാര് കൊണ്ടാണ് ഇത് കെട്ടിയേക്കുന്നത്. ഇനി ഇത് ഈ ചൂടായ പാനിലേക്ക് വെക്കാം. പാനിൽ അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി മീൻ എന്തായി നോക്കാം. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. ഈ സൈഡിലെ ഇലയൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി അടച്ച് വെക്കാം. ഇനി മറ്റേ സൈഡ് നോക്കാം. ഇതിൻ്റെ ഈ ഇലയൊക്കെ കരിഞ്ഞു വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ പാകം. നമുക്കിനി 1-2 തവണ കൂടെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മീൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ അടിപൊളി കരിമീൻ പൊള്ളിച്ചത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. കരിമീൻ മാത്രമല്ല കേട്ടോ, ഏത് മീനും നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്